നമ്മളിപ്പോ ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ ഈ 100-ലധികം കളികൾ ഉണ്ടായിരുന്നേ വീട്ടുകാരുടെ വേണ്ടി ഞാൻ ഫുൾ ടൈം ഈ കളിയൊക്കെ കണ്ട് നടക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ ഇതിൽ മസ്റ്റ് വാച്ച് കളികൾ ഏതൊക്കെയാണ്? പിന്നെ അതായത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അത് മത്സരം എന്ന് പറഞ്ഞാല് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ വന്നാൽ നല്ലൊരു ആവേശം ഫുട്ബോളിൽ ഉണ്ടായിനി. അതേമാതിരി ശക്തമായ പോരാട്ടമാണ് പോർച്ചുഗലിൻ്റെ, അതുപോലെ ജർമ്മനി, പിന്നെ ഫ്രാൻസ്, അതേമാതിരി തന്നെ പിന്നെ ഇംഗ്ലണ്ട്. ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാതെ നമ്മൾ കാണേണ്ട മത്സരങ്ങൾ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ ടീമാണല്ലോ അർജന്റീന അല്ലേ? ഓ, അർജന്റീന തന്നെ. അല്ല സുബൈറക്ക, നിങ്ങൾ എന്താ അർജന്റീന ആളായത്? അർജന്റീന അവസ്ഥാനം കഴിഞ്ഞ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ 16-17 കളിക്കാരെ ഉൾപ്പെടുത്തിയാണ് കോച്ച് ലെനസ് സ്കലോണി ടീമിനെ ഉൾപ്പെടുത്തിയത്. അതുപോലെ കോച്ചിന് ഗോളി എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. അതേമാതിരി തന്നെ ഡിക്കോ പാസ് എന്ന് പറഞ്ഞ ഒരു പുതിയ കളിക്കാരൻ വന്നിട്ട് മധ്യനിരയിൽ അർജന്റീനക്ക് ഇറ്റാലിയൻ ലീഗിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം സമ്മർദ്ദമില്ലാത്ത അർജന്റീനന്റെ പിന്നെ മുന്നേറുന്നാണ് എൻ്റെ പ്രതീക്ഷ. അർജന്റീന ആരാധകർ നല്ല ആവേശത്തിലാണ്, അവിടെയുള്ള അർജന്റീന ആൾക്കാരൊക്കെ നല്ല ആവേശത്തിലാണല്ലോ അല്ലേ? കാരണം നമ്മൾക്കൊരു പേടിയില്ലാതെ നമ്മൾ കളി കാണാൻ കൊല്ലം, കാരണം സമ്മർദ്ദമില്ലാതെ നമ്മൾ കളിന് അപ്പോൾ ആവേശത്തിൽ നിൽക്കുക എല്ലാവരും, ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കളി കാണാം. നമ്മുടെ ടീം മുന്നേറും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അർജന്റീന ആരാധകർ നമ്മൾ സ്റ്റേഡിയം ഇളക്കി മറിക്കും. പിന്നെ ഇവരെയൊക്കെ പാട്ട് കണ്ടിട്ട് എന്തോ